സാറേ, സാറ് ദീർഘകാലം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ചോദിക്കാനുള്ളത് ഈ വൈക്കം ഡെപ്യൂട്ടി തഹസീൽദാർ സുഭാഷ് കുമാർ, അദ്ദേഹം കോഴ വാങ്ങിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തെ കൈയോടെ പിടികൂടി. ഡെപ്യൂട്ടി തഹസീൽദാരാണ്. അതായത് പ്രവാസിയായ ഒരാളുടെ ഭൂമി, അയാളുടെ ഭാര്യയുടെ പേരിലുള്ള 24 സെൻറ്റ് പോക്കുവരവ് ചെയ്യുന്നതിനാണ് ഈ ഡെപ്യൂട്ടി തഹസീൽദാരെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് 11 സെൻറ്റ് പോക്കുവരവ് ചെയ്തു കൊടുത്തു. ബാക്കി ചെയ്യാനുണ്ട്. ഈ ബാക്കി ചെയ്യുന്നതിനാണ് 60,000 രൂപ കൈക്കൂലി ചോദിച്ചത്. 60,000 രൂപ കൈക്കൂലി ചോദിച്ചപ്പോൾ ഈ പ്രവാസി വിജിലൻസിനെ അറിയിച്ചു. വിജിലൻസിൻ്റെ നിർദ്ദേശപ്രകാരം 25,000 രൂപയുമായി ഇയാളെ കാണാനായിട്ട് ചെല്ലുന്നു. അപ്പോൾ ഇദ്ദേഹം നേരിട്ട് കാശ് വാങ്ങിച്ചില്ല, ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞപ്പോൾ പ്രവാസിക്ക് മനസ്സിലായത് സംഗതി ഈ കാശ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ അറിയില്ല, അങ്ങനെയാണെങ്കിൽ CDM വഴി ATM വഴി ക്യാഷ് ഇടാം എന്ന് പറഞ്ഞ്, അതും അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് സുഭാഷ് കുമാർ ഈ പ്രവാസിയും കൂട്ടി പോകുമായിരുന്നു. അങ്ങനെയാണ് വിജിലൻസ് ഡെപ്യൂട്ടി തഹസീൽദാരെ കൈയോടെ പിടികൂടിയത്. നമ്മൾ ഈ അഴിമതി രഹിതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ധാരാളം ഉദ്യോഗസ്ഥർ ഇങ്ങനെ അഴിമതി കേസിൽ കൈക്കൂലി വാങ്ങുന്നതിനൊക്കെ, അതും പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൽ കൈക്കൂലി വാങ്ങുന്നതിന് ആരും പിന്നിലല്ല. ഒരുപാട് പേർ അറസ്റ്റിലാകുകയും ചെയ്യുന്നുണ്ട്, നടപടിക്ക് വിധേയമാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ വീണ്ടും വീണ്ടും കോഴ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ കോഴ കൊടുക്കാൻ തയ്യാറാകുന്ന ആൾ? രസകരമായൊരു ചോദ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അണ്ണാഹസാരാണ് രാജ്യത്ത് ഈ വിവരാവകാശം വരുന്നതിനും സേവനാവകാശം വരുന്നതിനൊക്കെ ഉള്ള ഒരു സമരമൊക്കെ ചെയ്തത്, വലിയ സമരം ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ നമുക്കറിയാം, ആം ആദ്മി പാർട്ടി വരുന്നതിനുമൊക്കെ ഒരു കാരണക്കാരൻ ഇദ്ദേഹമാണെന്ന് പറയാം. കാരണം അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ രംഗത്ത് കൊണ്ടുവരുന്നത് അണ്ണാഹസാരയുടെ സമരത്തോടാണ് അരവിന്ദ് കെജ്രിവാളൊക്കെ ലോകം അറിഞ്ഞത്. അണ്ണാഹസാരെ കേരളത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനുമായിട്ടൊക്കെ ഒരു നല്ല സൗഹൃദമുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, സുഭാഷ്, നിങ്ങൾ ഒരു മൂവ്മെൻറ്റ് തുടങ്ങാത്തത് കറപ്ഷൻ, അന്ന് ഈ നാഷണൽ ലെവലിലൊക്കെ ഈ കറപ്ഷനെതിരെയൊക്കെ വലിയ UPA ഗവൺമെൻറ്റിൻ്റെ കറപ്ഷനെതിരെ വലിയ ബഹളം നടക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാർ, കേരളത്തിൽ ഇത് സാധ്യമല്ല. കാരണം കൊടുക്കുന്ന ഞങ്ങളും സാറ്റിസ്ഫൈഡാണ്. ഒരു കാര്യം നടത്തിയെടുക്കാൻ പൈസ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ വില്ലേജ് ഓഫീസ്, റവന്യൂ ഓഫീസ്, RTO ഓഫീസ്, ഇവിടെയൊക്കെ നമ്മൾ പോയി പൈസ കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ കാര്യം നടന്നാൽ മതി, നമുക്ക് പരാതി ഇല്ലാതെ കാര്യം നടന്നാൽ മതി, പൈസ കൊടുക്കാൻ തയ്യാറാണ്. കൊടുക്കുന്നവരും തയ്യാറാണ്, വാങ്ങുന്നവരും തയ്യാറാണ്. നേരത്തെ പഴയ ഇപ്പോഴത്തെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൽ ഒരു പഴയ അംഗം, ഞാൻ പേര് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും, അത് പൊളിറ്റിക്കലി നല്ല ലീഡറാണ്, പ്ലാനിംഗ് ബോർഡ് അംഗം കൂടെ ആയിരുന്നു. അദ്ദേഹം ഒരു വീട് വെച്ചു തിരുവനന്തപുരത്ത്. വീട് വെച്ചപ്പോൾ നമ്പർ ഇട്ട് കിട്ടണം. നമ്പർ ഇട്ട് കിട്ടാൻ അദ്ദേഹം ഡ്രൈവറെ പറഞ്ഞിടേ, നീ ഇപ്പോൾ ഇങ്ങനെ നമ്പർ ഇടുന്ന ഈ സ്ഥലത്തൊക്കെ ചെന്നിട്ട് അവരെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമ്പർ ഇടാൻ വരാൻ പറഞ്ഞു. അവിടെ ചില്ലറ കൊടുക്കേണ്ടി വരും. അപ്പോൾ സാറിൻ്റെ പേര് പറയട്ടെ, സാർ പ്ലാനിംഗ് ബോർഡിൽ ഇരിക്കുന്നതല്ലേ, പേര് പറഞ്ഞാൽ കൊടുക്കണ്ടല്ലോ പൈസ. പറഞ്ഞു, നോ, എൻ്റെ പേര് പറയരുത്. എൻ്റെ പേര് പറഞ്ഞാൽ അവർ പൈസ മേടിക്കില്ലായിരിക്കും, പക്ഷെ സമയത്ത് വരില്ല. പൈസ മേടിക്കില്ലായിരിക്കും, പക്ഷെ അവർ തരൂല്ല സമയത്ത് വന്ന്. അവർക്ക് തോന്നുമ്പോഴേ വരുള്ളൂ. പൈസ കൊടുത്ത് കാര്യം നടത്തിക്കോ. പ്ലാനിംഗ് ബോർഡ് അങ്ങനെ തന്നെ പറഞ്ഞു, പൈസ കൊടുത്ത് കാര്യം നടത്തിക്കോ. ഇനി അതിൻ്റെ പുറത്ത് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി ബോർഡ് കണക്ഷൻ കൊടുക്കാറുണ്ട്. ബോർഡ് കണക്ഷൻ കൊടുക്കുമ്പോൾ ആദ്യത്തെ കണക്ഷൻ, വീട് വെച്ച് ആദ്യത്തെ കണക്ഷൻ കൊടുക്കുമ്പോൾ അതിനൊരു പടിയുണ്ട്. ലൈൻമാനും വരുന്നവർക്ക് കൊടുക്കുന്നൊരു സംഭാവന അല്ല നമ്മൾ ഈ പറഞ്ഞത്, സന്തോഷം കൊണ്ട് കൊടുക്കുന്നു. അല്ലാതെ ഒരു പടിയുണ്ട്. വാട്ടർ അതോറിറ്റി ആദ്യത്തെ കണക്ഷൻ തരുമ്പോൾ ഒരു പടിയുണ്ട്. RTO ഓഫീസ് ചെല്ലുമ്പോൾ ഒരു പടിയുണ്ട്. പടി എന്നാ പറയണ ആ വാക്ക്, ഒരു എമൗണ്ട് ഉണ്ട്. RTO ഓഫീസിലൊക്കെ ആണെങ്കിൽ അത് പങ്കുവച്ചാണ് എടുക്കുന്നത്, ഷെയർ ചെയ്താണ് എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറേ ഓൺലൈനൊക്കെ വന്നപ്പോൾ കുറേ മാറ്റമുണ്ട്. നമുക്ക് ബില്ലൊക്കെ എവിടെ പോയി അടയ്ക്കാം, ഓൺലൈനിൽ പോയി അടയ്ക്കാം. പക്ഷേ പോക്കുവരവ് പോലുള്ള പല കാര്യങ്ങളും നമുക്ക് എവിടെ ചെയ്തേ പറ്റുള്ളൂ, വില്ലേജ് ഓഫീസിൽ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസർ തഹസിൽദാരെ പോയേ പറ്റുള്ളൂ. പക്ഷേ ഈ സുഭാഷ് കുമാറിനെ സംബന്ധിച്ചുള്ള അയാൾ മണ്ടൻ, ഇങ്ങനെയാണോ പൈസ മേടിക്കുന്നത്? ഗൂഗിൾ വഴി വാങ്ങിച്ചാലും അത് ഡോക്യുമെൻ്റ് അല്ലേ. ഗൂഗിൾ വന്നാൽ അതിനൊരു ഡോക്യുമെൻ്റ് സ്ക്രീൻഷോട്ട് കിട്ടും. CDM ഇട്ടാലും അതിനൊരു ബില്ലെടുക്കാൻ പറ്റുമല്ലോ നാളെ. ക്യാഷ് ബാങ്ക് ട്രാൻസ്ഫേഷൻ പോലെയല്ലേ, ഇതെല്ലാം ബാങ്ക് ട്രാൻസ്ഫേഷൻ ആണല്ലോ. ബാങ്കിൽ കിടക്കുന്ന പൈസ വേരിയസ് മെത്തേഡിൽ കൊടുക്കുന്നില്ല. ഇയാൾ മണ്ടൻ. ഇയാൾ കാശ് ഓഫീസിലല്ലാതെ വീട്ടിലോ വേറെ എവിടെയെങ്കിലും ലോഡ്ജിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അല്ലാതെ മേടിക്കണമായിരുന്നല്ലോ. പൈസ മേടിക്കാൻ പോലും അയാൾക്ക് അറിയത്തില്ല. എത്രയോ ഉദ്യോഗസ്ഥർ നല്ല മാന്യമായിട്ട് പൈസ മേടിച്ച് നന്നായിട്ട് ഇവിടെ ജീവിക്കുന്നു. എന്താ വലിയ കാര്യം ഇത്. ഇപ്പോൾ മുല്ലപ്പെരിയാർ കേസ് വന്നു. മുല്ലപ്പെരിയാർ വന്നപ്പോൾ ജയലളിത പറഞ്ഞെന്താ? ജയലളിത പറഞ്ഞല്ലോ, പരസ്യമായിട്ടല്ലേ പറഞ്ഞു, രഹസ്യമല്ലേ പറഞ്ഞല്ലോ. തിരുനെൽവേലി, കമ്പം, തേനി, ഇങ്ങനെ മധുര 4-5 ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തു. പത്രത്തിൽ വന്ന വാർത്തയാണ്. നിർദ്ദേശം കൊടുത്തത് എന്താണ്? ആ ജില്ലകളിൽ കേരളീയർക്ക് എന്തെല്ലാം വസ്തു കൊണ്ടോ എല്ലാത്തിനെയും പ്രമാണം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു, ഡേറ്റ എടുക്കാൻ പറഞ്ഞു. സംഭവം എന്താണ്? ഇവിടെയുള്ള ഒരുപാട് റിട്ടയർഡ് ഉദ്യോഗസ്ഥർക്കും സർവീസ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും പൊളിറ്റിക്കൽ ലീഡർമാർക്കും അവിടെ വസ്തു കൊടുത്തിട്ടുണ്ട്. ആ വസ്തു ബിനാമി പേരിൽ നേരിട്ട് പേരിലുണ്ട്. അപ്പോൾ അത് പുറത്തു വിടുമെന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. ഇത് നല്ല രസമാണ് കേട്ടോ. കോൺട്രാക്ടർമാർ നല്ലൊരു കൈക്കൂലി കൊടുക്കും ബില്ലുകൾ മാറിക്കിട്ടാൻ. അത് വലിയ അത് അല്ലാതെ കൊടുത്തെങ്കിലല്ലേ ബില്ല് മാറാം. ഞാൻ പറയണത് നമ്മൾ തിരിച്ചു ചിന്തിച്ചാൽ മതി.
കൊടുക്കാതെ ഒരു ബില്ല് ഒരു മാറി കാണത്തില്ല, ഇല്ല, ഒരു ബില്ല് മാറി കാണത്തില്ല കോൺട്രാക്ട്. അതുകൊണ്ടല്ലേ നമ്മളെ കോൺട്രാക്ട് വർക്ക് റോഡൊക്കെ 15 വർഷം 20 വർഷമൊക്കെയാണ് റോഡ് നന്നായി കിടക്കേണ്ടത്. എന്തുകൊണ്ട് പിറ്റേ മഴയത്ത് തന്നെ അത് ചീത്തയാവുന്നു? ഇവർക്ക് വർക്ക് കിട്ടി കഴിഞ്ഞാൽ ആദ്യം ലോവസ്റ്റ് കൊട്ടേഷൻ ടെൻഡറിൽ, അപ്പോൾ തന്നെ കുറച്ച് പൈസ കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. ആക്ച്വലിനെ കാണിച്ചാൽ കുറച്ചായിരിക്കും ചിലപ്പോൾ കിട്ടണമെന്ന് പറയുക. കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ പൊളിറ്റിക്കൽ ലീഡറിന് കൊടുക്കണം, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, കൗൺസിലർ, അവർക്കെല്ലാം കുറച്ച് പൈസ കൊടുക്കണം. അമ്പല കമ്മിറ്റി, മറ്റേ കമ്മിറ്റി, മറിച്ച കമ്മിറ്റി, റെസിഡൻസ് അസോസിയേഷൻ, അവരെല്ലാം ചെറിയ പൈസ മേടിക്കും. അത് ചെറിയ പൈസയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരെ ഇതെല്ലാം കഴിഞ്ഞ് ഇടാൻ സമയത്ത് പുള്ളിക്ക് 10,000 രൂപ കിട്ടിയാൽ പുള്ളിക്ക് 5,000 രൂപയൊക്കെ ആയിരിക്കും പുള്ളിയുടെ കയ്യിലോട്ട് കിട്ടുന്നത് ആക്ച്വലി ചെയ്യുക. പിന്നെ അയാൾക്ക് ലാഭം വേണ്ടേ? അതെ. ഇതെല്ലാം കൂടി മെറ്റലിൽ പിടിക്കും, അല്ലെങ്കിൽ ടാറിൽ പിടിക്കും, റോഡിൽ എന്താണോ കുറവ് വരുത്താൽ അതിൽ പിടിക്കും, ക്വാളിറ്റി പിടിക്കും. അപ്പോൾ കറപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. ഇന്ദിരാഗാന്ധിക്ക് പറഞ്ഞു കറപ്ഷൻ ഈസ് എ പാർട്ട് ഓഫ് ഇൻ്റഗ്രേറ്റഡ് പാർട്ടാണ്, അതിൻ്റെ മാറ്റാൻ പറ്റാത്തൊരു പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇൻ്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്. വികസനമുണ്ടോ? അഴിമതിയുണ്ട്. ഇത് കൈക്കൂലിയാണ്, അഴിമതിയല്ല. ഇത് കാശ് വാങ്ങിച്ചതാണ്. മറ്റേത് അഴിമതി വേറെ പറയുന്നത്. ഇപ്പോൾ ബില്ല് മാറണമെങ്കിൽ, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, പോക്കരോ ചെയ്ത് കൊടുക്കണമെങ്കിൽ, പിന്നെ അതുപോലെ ഓരോ പുതിയ കാര്യങ്ങൾക്കും കാശ് മേടിക്കും. ഇത് ഇദ്ദേഹം ഞാൻ വീണ്ടും പറയുകയാണ്, ഇദ്ദേഹം മണ്ടനാണ്, അദ്ദേഹം വാങ്ങിക്കാറുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ പൈസ മേടിക്കാം. പൈസ മേടിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലോ. പക്ഷേ ഇത് അല്ലാതെ മേടിച്ചു കൊടുത്ത ആൾ പിന്നെ വിജിലൻസ് കേസിലേക്ക് പോയി. വിജിലൻസ് കേസിൽ കിട്ടി, അവർ പിന്നെ നോട്ട് അവരവിടെ വന്നു. മറ്റേ നോട്ടാണല്ലോ, മറ്റേ മാർക്ക് ചെയ്ത നോട്ട് കൊടുക്കുന്നത്. ഇതങ്ങനെയല്ല, ഇതവിടെ വന്നു. അപ്പം അങ്ങനെയൊക്കെ പിടിച്ചതാണ്, കേസ് കൊടുത്തുകൊണ്ട് പിടിച്ചതാണ്. ചിലപ്പോൾ 25,000 ചോദിച്ചിരുന്നെങ്കിൽ അയാൾ കൊടുത്തത് കാര്യം നടത്തി പോവുകയും ചെയ്തേനെ. ഇതൊരു 60,000 ഒക്കെ ആയതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഒരു വാശി കയറിയെങ്കിൽ അവനെ പിടിപ്പിക്കാന്ന് പറഞ്ഞ് പിടിപ്പിച്ചത്. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഈ കാശ് വാങ്ങിക്കണം എന്നുള്ള ഈ സർക്കാർ സർവീസിൽ നമ്മുടെ ഒരു സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ കാര്യം നടത്താൻ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ റോഡ് വർക്കിനും ഈ കൺസ്ട്രക്ഷൻ വർക്കിനും കാശ് വാങ്ങിക്കുന്നവരാ? നിങ്ങൾ പറയൂ. എഞ്ചിനീയർമാരാണ്. ആരാ എഞ്ചിനീയർമാർ? ഇപ്പോഴല്ലേ കുറച്ച് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വന്നത്. പണ്ട് എവിടെയാണ് എഞ്ചിനീയറിംഗ് കോളേജ്? നമ്മളെ എന്താണ്, കൊല്ലത്ത് കരിക്കോട്. അല്ല, കൊല്ലത്ത് കരിക്കോട് പ്രൈവറ്റ്, അല്ലാതെ എല്ലാം ഗവൺമെൻറ് കോളേജുകളല്ലേ. പക്ഷേ അവൻ സമൂഹത്തിൽ ഏറ്റവും ക്രീമല്ലേ അവിടെ എഞ്ചിനീയറായിട്ട് വരുന്നത്. എന്തിനു പറയുന്നത്? എൻ്റെ അനുജൻ വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ അനുജൻ ദുബായിൽ വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റി. ഒരു മെഷീൻ ആക്സിഡൻ്റാണ്, കൈക്കാണ് പറ്റിയത്. തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു, മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. മെഡിക്കൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്, ഇപ്പോൾ എനിക്കറിയില്ല അവിടെ എങ്ങനെയാണ്. കൊണ്ടുവന്നപ്പോൾ പുള്ളിക്കാരനൊരു ചെറിയ ഓപ്പറേഷൻ വേണം, കൈയുടെ അവിടെ ഓപ്പറേഷൻ വേണം. അവിടെ ഞാനിപ്പോഴും ആ സംഭവം പറയുമ്പോൾ ഓർക്കുന്നു. പിസാർ നഗറിലെ ഒരു ഡോക്ടറെ വീട്ടിൽ ചെന്നിട്ട്, സാർ നാളെയാണ് ഓപ്പറേഷൻ, നടക്കുന്നില്ല, ഡേറ്റ് വയ്ക്കുന്നില്ല. പുള്ളി ഡേറ്റ് ഇടുന്നില്ല. ഡേറ്റ് ഇടാൻ നഴ്സിനോട് ചോദിച്ചു, നഴ്സിൻ്റെ ഡേറ്റ് ഇടുന്നില്ല, അവന് തിരിച്ചു പോകണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞ് ഡോക്ടർ ഒന്ന് പോയി കണ്ടാലേ ഇത് നടക്കുള്ളൂ ഓപ്പറേഷൻ. അങ്ങനെ ഞാൻ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടപ്പോൾ പറഞ്ഞ് നമുക്ക് 2 ദിവസത്തിനകത്ത് നടത്താം. അപ്പോൾ ഞാൻ സാർ 2 ദിവസം ആവുമോ? അല്ല, നാളെ വേണേൽ നോക്കട്ടെ, ഇന്നിപ്പോൾ എത്ര സമയം പുള്ളി ഒരു നമ്പറൊക്കെ കാണിച്ചിട്ട് നാളെ നമുക്ക് ചെയ്യാൻ പറ്റും ഉച്ചയ്ക്ക്. ഞാൻ ചോദിച്ചു, സാർ ചെയ്യാം, സാറല്ലേ പറഞ്ഞത്, ഞങ്ങളല്ലേ ഓപ്പറേറ്റ് ചെയ്ത്. ആ പുള്ളി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. എനിക്ക് 5,000 റുപ്പീസ് തരണം പുള്ളി പറയാണ്. ഞാൻ പറഞ്ഞു, സാറേ അന്നത്തെ 5,000 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 50,000 രൂപ വരും, വർഷം എത്രയായെന്ന് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ 5,000 അല്ലല്ല, നിങ്ങൾക്ക് നാളെ ഓപ്പറേഷൻ നടക്കണേ 5,000 ഞാൻ പുളിയങ്കുരു പഠിച്ചല്ല കൊടുത്തല്ല ഡോക്ടറായത്, എന്നോട് പറഞ്ഞ വാക്കാണ്. എൻ്റെ അനിയന് വേണ്ടി പോയത്. അന്ന് ഞങ്ങൾ ജോലിയില്ല, വരുമാനമില്ല, ഒന്നുമില്ല. വീടും സാധാ പാവപ്പെട്ടവരാണ് ഞങ്ങൾ, അത്ര വലിയ സമ്പന്നരൊന്നുമല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. പക്ഷേ പിറ്റേ ദിവസം 5,000 രൂപ കൊണ്ട് കൊടുത്തു. വൈകുന്നേരം ഞാൻ വീട്ടിൽ പോയി, പിന്നെ പൈസയൊക്കെ അറിയാൻ ഞാൻ ഗൂഗിളൊന്നും ഇല്ലല്ലോ, പൈസയൊക്കെ അറിയാൻ കൊടുത്തിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്ത് മെഡിക്കൽ കോളേജിൽ പോയി, ഹോസ്പിറ്റലിൽ പോയി. തലേദിവസം പോയി, പിറ്റേ ദിവസം പോയി, തിരിച്ചു പോയി. അഡ്മിറ്റ് തിരിച്ചു പോയി, വീട്ടിൽ പോയല്ലേ തിരിച്ചു. ഞാൻ രാവിലെ നഴ്സിനോട് പറഞ്ഞു, മാഡം ഇന്നാണ് ഓപ്പറേഷൻ, 2 മണിക്ക് 3 മണിക്ക് നടത്തും. ആര് പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ലിസ്റ്റിലില്ലല്ലോ നിങ്ങളുടെ പേര്? ഓ, അപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ സൂപ്രണ്ടിനെ പോയി കണ്ട? ഞാൻ ഡോക്ടറെ വീട്ടിൽ പോയി ചിലപ്പോൾ കണ്ടല്ലോ, ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾ സൂപ്രണ്ടിനെ കണ്ടില്ല. ഞാൻ സൂപ്രണ്ട് പൈസ, പിന്നെ നിങ്ങൾ ഡോക്ടർക്ക് വല്ല ഗിഫ്റ്റ് മണി അങ്ങനെ പറഞ്ഞു, ഗിഫ്റ്റ് മണി കൊടുത്ത് സൂപ്രണ്ടിനെ നിങ്ങൾ കാണണം. ഞാൻ അന്തം വിട്ട് സൂപ്രണ്ടിൻ്റെ അടുത്ത് വന്നു, അയാൾക്കും പൈസ കൊടുത്തു. ഞാൻ എൻ്റെ സ്വന്തം ജീവിതമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ നടന്നോളൂ. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഡോക്ടർമാരാരാ? ഏറ്റവും ക്രീം ആളുകളാണ് സമൂഹത്തിൽ. എഞ്ചിനീയർമാരാ? ഏറ്റവും ക്രീം ആളുകളാണ്. പാവപ്പെട്ട മാച്ചെങ്കിൽ മനസ്സിലാവും നമുക്ക്. എത്ര ശമ്പളം? ഗസറ്റ് റാങ്കിലുള്ള പോസ്റ്റാണ്. ഒരു എ ഐ കയറി അയാളൊരു മിഡിൽ ക്ലാസ് ഒക്കെ എത്തിക്കഴിയുമ്പോഴാണല്ലോ ഫയൽ ഒപ്പിടാനുള്ള അധികാരത്തിലേക്ക് എത്തുന്നത്. എ ഐക്കൊന്നും അങ്ങനെ ഒപ്പിടാൻ അധികാരം കാണൂല്ലല്ലോ, ഫുട്ടപ്പയാൾ അധികാരമല്ലേ കാണുള്ളൂ. ഒരു എ ഇ ആയി, പിന്നെ എ ഐ കഴിഞ്ഞ് പിന്നെ SC ആയി, ഇ ആയി, പിന്നെ CE ഒക്കെ ആവുന്നത് വലിയ ശമ്പളം അവർക്ക്. ആ ശമ്പളം വാങ്ങുന്നവരാണ് നമ്മുടെ നാട്ടിൽ ഈ അഴിമതി നടത്തുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കൾച്ചറായി മാറിയിട്ട്, അതുകൊണ്ടാണ് ഇവിടെ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റുകളൊന്നും കേരളത്തിലൊന്നുമില്ലല്ലോ. അഴിമതി വിരുദ്ധ മൂവ്മെൻറ്റ് കേരളത്തിലുണ്ടോ? ഇല്ല. അത് പച്ച പിടിക്കില്ല കേരളത്തിൽ. കേരളീയർ കൊടുക്കുന്നവരും തയ്യാറാണ് കൊടുക്കാൻ, വാങ്ങുന്നവരും തയ്യാറാണ്.
ഇതുപോലത്തെ ചില കേസ് വരുമ്പോൾ എന്ത് ചെയ്യും, ആരുടെയൊക്കെ ഈഗോ ഹർട്ട് ചെയ്യണതും തുക കൂടുതൽ ചോദിക്കും, ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ചോദിക്കുന്ന ശൈലി രീതി തന്നാലേ കിട്ടിയാലേ തരുള്ളൂ, ആ ഒരു സ്റ്റൈലിൽ വരുമ്പോൾ ചില കേസുകൾ അഴിമതി കേസുകൾ വിജിലൻസിൽ വരുന്നു. ബാക്കി മഹാഭൂരിപക്ഷം പേരും എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഈ കാശ് കൊടുത്താലേ കാര്യം നടക്കുള്ളൂ, കാശ് കൊടുക്കൽ ഇവിടെ വ്യവസ്ഥാപിതമാണ്, ഇവിടുത്തെ കൈക്കൂലി അഴിമതി വ്യവസ്ഥാപിതമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനില്ല, തൽക്കാലം അതിനകത്തൊന്നും ചെയ്യാനില്ല. നിയമങ്ങൾ കർശനമായി കൊണ്ടുവരാം, പാറ്റേൺ മാറ്റാം. ഇപ്പോൾ പലതും ഇപ്പോൾ ഓൺലൈൻ ആക്കിയെന്ന് പറഞ്ഞ പോലെ നമ്മൾ വാട്ടർ അതോറിറ്റി പോകേണ്ട ബില്ലടയ്ക്കാൻ, അതുപോലെ കണക്ഷനും അങ്ങനെ എല്ലാം കുറച്ചുകൂടി കമ്പ്യൂട്ടറൈസ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ഈ പോക്കുവരവ് അടക്കം എല്ലാം മാറിക്കഴിഞ്ഞാൽ കുറേ കൂടെ മാറ്റം വരുമായിരിക്കും. അതുവരെ നമ്മൾ തീർച്ചയായിട്ടും ഈ കറപ്ഷനുണ്ട്, കൈക്കൂലിയുണ്ട്. പറഞ്ഞു നിർത്തുന്നതും ഒരു മണ്ടനായ തഹസിൽദാരാണ് അദ്ദേഹത്തിന് വാങ്ങാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ഓക്കെ.